അധികാരത്തിൻ്റെ ഫോർത്ത് പ്ലെയർ ആൻഡ് ലാസ്റ്റ് പ്ലെയർ എന്ന് പറഞ്ഞാൽ TA ഡ്രാഗൺ ഹക്കു സെറോഡ സെലക്ടർ. നമ്മുടെ ഡ്രാഗൺ നോക്കുകയാണെങ്കിൽ 56 ആണ് ലെവൽ. അതേപോലെ തന്നെ 3K ലൈക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അറൗണ്ട് എന്താ പറയുക 0.9K മാച്ച് സീന് 1K ക്വിൽസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. കേഡ് റേഷ്യോ 1.41. അതേപോലെ ഹെഡ് ഷോട്ട് റേറ്റ് നോക്കുകയാണെങ്കിൽ 13.52 നമ്മൾ. പിന്നെ ചാർലി വേറെ ലെവൽ കളി. എൻ്റെ മോനെ ചാർലി വിഷയം നമുക്ക് നോക്കാൻ കഴിയുന്ന ഡ്രാഗൺ നോക്കി നമ്മൾ ചാർലി നോക്കുകയാണെങ്കിൽ 1v1 ആണ്. 1v1 നമ്മുടെ ക്രോണോ കുഞ്ഞിൻ്റെ എൻ്റെ മോനെ വിഷയം നമ്മുടെ ഡ്രാഗൺ ബോൾ നൈസായിട്ട് ലാസ്റ്റ് സോണിൽ നിന്ന് നൈസായിട്ട് എന്തായാലും ഡബിൾ കില്ലൊക്കെ വെച്ച് നമ്മുടെ കൈവിട്ട് പോയ കളിയെങ്കിൽ തിരിച്ചെഴുതുന്നുണ്ട്. ഇപ്പം എന്തായാലും നമ്മുടെ ടീം അധികാരം പവർ കളി ഒന്നും പറയാനില്ല. ഫസ്റ്റ് റൗണ്ട് അവരെന്തായാലും തോറ്റെന്ന് അടുപ്പിച്ചുള്ള ബാക്കിയുള്ള അടുപ്പിച്ചുള്ള 3 റൗണ്ട് എന്തായാലും നമ്മുടെ ടീം അധികാരം തന്നെ എടുത്തിട്ടുണ്ട്. ഓപ്പോസിക്കുന്നവർക്ക് നമ്മുടെ ബ്ലാക്ക് സ്കോഡ് നോക്കുകയാണെങ്കിൽ അവർ നൈസായിട്ട് 2-3 കില്ലൊക്കെ വെച്ച് എടുക്കുകയാണെങ്കിൽ അവർക്ക് ആ റൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് എന്തായാലും വിജയിക്കാനായിട്ട് ഇതൊരു സാധിച്ചിട്ടുണ്ട്. ഒരിക്കലും നമ്മുടെ മിനിസിറ്റി ഇപ്പോൾ നോക്കാൻ നോക്കി മിനിസിറ്റി കംപ്ലീറ്റ് അപ്പോൾ എഗെയിൻ നമ്മൾ ഡ്രാഗൺ ബ്രോ എന്ന ടോപ്പ് ചെയ്ത ഡ്രാഗൺ ബ്രോനായിട്ട് നമ്മൾ 5 കില്ലൊക്കെ തെറ്റിട്ട് തന്നെ കളിക്കുന്നത് നോക്കി. നമ്മൾ കോബ്ര എപ്പിസോഡ് ചെയ്ത് മറ്റേ നോക്കാൻ സാത്തമ്മ ഫസ്റ്റ് ബേഡ് നമ്മുടെ ഡ്രാഗബ്രോ എന്താ നമ്മൾ സാത്തൻഡ്രോനെ എടുക്കുന്ന കേസ് ഒക്കെ നമ്മൾ സാത്തമ്മ ഡ്രാഗബ്രോ എടുത്തുകൊണ്ട് എന്താ പറയുക ക്രീസ് എനിക്ക് പറ്റുന്ന നമ്മുടെ മീനിസെറ്റ് ട്രിപ്പിൾ. എൻ്റെ മോൻ നമ്മുടെ ഡ്രാഗബ്രോ വേറെ ലെവൽ കളി. ഡബിൾ നോക്ക് ഒന്നും പറയാൻ ഡ്രാഗബ്രോ വേറെ ലെവൽ കളിച്ചാൽ 1v3 ആണ് നമ്മുടെ ചാർലി ടീം അധികാരം. എന്തായാലും നമ്മുടെ സെക്കൻഡ് റൗണ്ടിലോട്ട് ക്വാളിഫൈ ആയിട്ടുണ്ട്. ടീം അധികാരത്തിന് നോക്കുകയാണെങ്കിൽ നമ്മുടെ മായു റോസ്ബ്രോ ആണ് 8 കില്ല്. ടോപ്പ് കില്ല് മായു റോസ്ബ്രോ ആണ് 8 കില്ല്. അതേപോലെ നമ്മുടെ TA ആർട്ടിമിക്സ് ബ്രോ നോക്കുകയാണെങ്കിൽ 7 കില്ല്. അതേപോലെ TA ഡ്രാഗബ്രോ 7 കില്ല്. അതേപോലെ TA ഓക്സിറിക്സ് ബ്രോ നോക്കുകയാണെങ്കിൽ 4 കില്ലാണുള്ളത്.